السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واخفض جناحك لمن اتبعك من المؤمنين. صدق الله مولانا العظيم. ما لي لا أرى عليكم حلاوة العبادة. قالوا وما حلاوة العبادة يا رسول الله؟ فقال التواضع. صدق رسوله الأمين. لك الحمد مولانا على كل نعمتي، ومن جملة النعماء قولي لك الحمد، ولا حمد إلا أنت منا بنعمتي، فسبحان لا يقوى على حمدك العبد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കിബിറിൻ്റെ, അഹങ്കാരത്തിൻ്റെ നാശത്തെക്കുറിച്ചു സംസാരിച്ചതിൻ്റെ പിറകെയായി കഴിഞ്ഞയാഴ്ച വിനയത്തിൻ്റെ, താഴ്മയുടെ മഹാത്മ്യത്തെക്കുറിച്ചാണ് നാം സംസാരിച്ച് തുടങ്ങിയത്. കാരുണ്യവാനായ റബ്ബിൻ്റെ അടിമകൾ, വഇബാദുർ റഹ്മാനി, കരുണക്കടലായ പടച്ച തമ്പുരാൻ്റെ യഥാർത്ഥ ദാസന്മാർ, അടിമകൾ, അവർ കരുണയുള്ളവരായിരിക്കുമെന്നും അഹങ്കാരം പ്രകടിപ്പിച്ച് ഭൂമിയിലൂടെ നടക്കുന്ന ആളുകൾ, ധിക്കാരവും ഗർവവും പ്രകടമാക്കി നടക്കുന്ന ആളുകൾ പിശാചിൻ്റെ പാർട്ടിക്കാരും അനുയായികളുമാണെന്നും പരിശുദ്ധ ഖുർആനിൽ നിന്ന് നാം പഠിച്ചു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നന്മകൾ, സൽക്കർമ്മങ്ങൾ നമ്മിൽ ഫലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ ഒരു മാർഗമുണ്ട്. നാം ചെയ്യുന്ന ആരാധനാനുഷ്ഠാനങ്ങൾ, ഇബാദത്തുകൾ നമ്മിൽ നിന്ന് സ്വീകാര്യമാകുന്നുണ്ടോ, അതൊക്കെയും നമ്മുടെ അക്കൗണ്ടിൽ കൃത്യമായി നിലകൊള്ളുന്നുണ്ടോ, അത് നമ്മിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ മാർഗമുണ്ട്. ഞാനും നിങ്ങളും വിനയാന്വിതരാണെങ്കിൽ, താഴ്മയോടെ ജീവിക്കുന്നവരാണെങ്കിൽ, അഹങ്കാരത്തെ പാടെ മനസ്സിൽ നിന്ന് പിഴുതിമാറ്റി അള്ളാഹുവിൻ്റെ മുന്നിൽ, അവൻ്റെ പടപ്പുകളുടെ മുന്നിൽ വിനയം കാണിച്ച് ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആരാധനകൾ ഫലിക്കുന്നുണ്ട്. നേരെ മറിച്ച് നമ്മിൽ അഹങ്കാരം, അഹന്ത ഉടലെടുക്കുന്നുണ്ടെങ്കിൽ, അത് പ്രകടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ, പുണ്യകർമ്മങ്ങളൊക്കെ പാഴ്വേലകളാണെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലി അസ്ഹാബിഹി യൗമ, മദീന മസ്ജിദിന്റെ തെരുവിൽ
അള്ളാഹുവിൻ്റെ റസൂൽ പ്രിയപ്പെട്ട സ്വഹാബാക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവരോട് പറഞ്ഞു, മാലീല അറാ അലൈക്കും ഹലാവത്തൽ ഇബാദത്തി. എൻ്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ, ഞാൻ എന്താണ് നിങ്ങളിൽ ആരാധനാനുഷ്ഠാനങ്ങളുടെ മാധുര്യം കാണാത്തത്? നിങ്ങളുടെ ഇബാദത്തിന്റെ ടേസ്റ്റ് എന്താ എനിക്ക് കാണാൻ പറ്റാത്തത്? നന്മകൾക്കൊരു മാധുര്യമുണ്ട്, ആരാധനകൾക്കൊരു മാധുര്യമുണ്ട്, ഒരു ടേസ്റ്റ് ഉണ്ട്. അത് നിങ്ങളുടെ ആരാധനകളിൽ എനിക്കെന്തേ കാണാൻ പറ്റുന്നില്ല? നമുക്കറിയാം, ചക്കയുടേതായ ഒരു ടേസ്റ്റ് ഉണ്ട്, മാങ്ങയ്ക്ക് മാങ്ങയുടെ ടേസ്റ്റ് ഉണ്ട്, ചോറും കറിയും അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റും ഗുണവും മണവും അതിനില്ലെങ്കിൽ നാം അത് ഉപേക്ഷിക്കാറാണ് പതിവ്. അല്ലേ? മാങ്ങ കാണാൻ മാമ്പഴം നല്ലതാണ്, വായിൽ വെച്ച പുളിച്ചിട്ടപ്പോ അച്ചാറ് പോലെ നമ്മളത് ഉപേക്ഷിക്കുക ചെയ്യുക, കഴിക്കൂലല്ലോ. ഇതുപോലെ ആരാധനയുടെ യഥാർത്ഥ ടേസ്റ്റ്, അതിൻ്റെ മാധുര്യം അതില്ലെങ്കിൽ അള്ളാഹു അത് തള്ളിക്കളയുകയാണ് ചെയ്യുക. സ്വഹാബാക്കളെ, മാലീല അറാ അലൈക്കും ഹലാവത്തൽ ഇബാദത്തി. ഇബാദത്തിന്റെ മാധുര്യം നിങ്ങളുടെ ഇബാദത്തുകളിൽ എനിക്കെന്തേ കാണാൻ കഴിയുന്നില്ലല്ലോ? ഖാലൂ ഫമാ വമാ ഹലാവത്തുൽ ഇബാദത്തി യാ റസൂലല്ലാഹ്. ഇബാദത്തിന് മാധുര്യമോ ടേസ്റ്റോ അതെന്താണ് റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? സഹാബാക്കൾ തിരിച്ചു ചോദിച്ചു. ഫഖാല, അവിടുന്ന് അവർക്ക് നമുക്ക് പഠിപ്പിച്ചു തന്നു ആരാധനകളുടെ ടേസ്റ്റ്, പുണ്യകർമ്മങ്ങളുടെ മാധുര്യം, അള്ളാഹു സ്വീകരിക്കുന്നതിൻ്റെ മാധുര്യമായ ഹലാവത്ത്, അത്തവാളുഉ വിനയമാണ്, താഴ്മയാണ്. താഴ്മ. നമ്മുടെ നിസ്കരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ നിസ്കാരം കബൂലായതിൻ്റെ ലക്ഷണം, നോമ്പ് പിടിക്കുന്നവരുടെ നോമ്പ് സ്വീകരിക്കപ്പെട്ടതിൻ്റെ അടയാളം, സക്കാത്തും ദാനധർമ്മങ്ങളും ഹജ്ജും ഉംറയും സാമൂഹ്യ സേവനങ്ങളും അടക്കമുള്ള സർവപുണ്യകർമ്മങ്ങളും അള്ളാഹു സ്വീകരിച്ചതിൻ്റെ ലക്ഷണം. ആ ആരാധനയുടെ വക്താക്കൾ തവാളുള്ളവരായിരിക്കും, വിനയമുള്ളവരായിരിക്കും. ഇത് തന്നെയാണ് ഈ ഉമ്മത്തിലെ വലിയ പണ്ഡിതയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒരു വാക്ക്. അത് നബിയിൽ നിന്ന് പഠിച്ചു പറഞ്ഞതാണ്. ഇന്നകും ലതഗ്ഫലൂന അൻ അഫ്ളലിൽ ഇബാദ. ഇന്നകും ലതഗ്ഫലൂന അൻ അഫ്ളലിൽ ഇബാദ. സ്വഹാബാക്കളോടാണ് ഈ പറച്ചില്, താബികളോടാണ് ഈ പറയുന്നത്. ഓഡിയൻസ് അവരാണ്. നിങ്ങൾ അത്യുത്തമമായ ഒരു ഇബാദത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അശ്രദ്ധരാണല്ലോ. അഫ്ളലായ ഒരു പുണ്യകർമ്മത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അശ്രദ്ധരാണ്. നിങ്ങൾ അത് അവഗണിക്കുകയാണ്, ആ പുണ്യ ഇബാദത്തിനെ. അത്തവാളുഇ, ഏറ്റവും മൂല്യമുള്ള ആ ഇബാദത്ത് വിനയാണ്. ലോകം കണ്ട അംബിയ മുർസലുകളൊക്കെയും മഹാന്മാരായ നബിമാരൊക്കെയും വിനയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അഹങ്കാരത്തിന്റെ നാശവും വിനയത്തിന്റെ മഹത്വവും പറയാത്ത ഒരു നബിയും മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ല. അത്രമാത്രം പ്രസക്തമായ സബ്ജക്റ്റാണിത്. ഔഹല്ലാഹു തആല ഇലാ മൂസാ അലൈഹിസ്സലാം. മൂസ അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത സന്ദേശങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെയുണ്ട്: ഇന്നമാ അഖ്ബലു സ്വലാത മൻ തവാളഅ ലിഅളുമതി വലം യതഅലം അലാ ഖൽഖി. ഇസ്രായേലി നബിയായ പ്രഗൽഭരായ ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകരായ റസൂലുള്ളാഹി മൂസൽ കലീം അലൈഹിസ്സലാം അവിടത്തേക്ക് കൊടുത്ത സന്ദേശം, അവിടുന്ന് ലോകത്തോട് പറഞ്ഞ തത്വങ്ങളിൽ സുപ്രധാന തത്വം, അള്ളാഹു എന്നോട് പറഞ്ഞത് എന്തറിയോ? ഇന്നമാ അഖ്ബലു സ്വലാത മൻ തവാളഅ ലിഅളുമതി. ഞാൻ
ആരുടെ നിസ്കാരാണ് സ്വീകരിക്കുന്നത്? ആരുടെ പ്രാർത്ഥനകളാണ് ഞാൻ സ്വീകരിക്കുന്നത്? ഒരു വിഭാഗത്തിന്റെ നിസ്കാരവും ദുആകളും മാത്രമാണ്. ഇന്നമയുടെ അർത്ഥം അങ്ങനെയാണ്. ഇന്നമ അഖ്ബലു സ്വലാത മൻ തവാളഅ ലി അളുമതി വലം യതആലം അലാ ഖൽഖി. എൻ്റെ പടപ്പുകളുടെ മേലിൽ കുതിര കയറാത്ത, എൻ്റെ പടപ്പുകളുടെ മേലിൽ പൊങ്ങച്ചം പ്രകടിപ്പിക്കാത്ത, അഹന്ത നടിക്കാത്ത, ഗർവ് ഈഗോ കാണിക്കാത്ത, എൻ്റെ മുന്നിൽ വിനയാന്വിതരായി, എൻ്റെ അളുമത്തിന്റെ മുന്നിൽ, മഹത്വത്തിന്റെ മുന്നിൽ വിനയാന്വിതരായി ജീവിക്കുന്നവരാരോ അവരുടെ നിസ്കാരവും ദുആയും മാത്രമാണ് ഞാൻ സ്വീകരിക്കുക. ഖാല ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം, റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാമിന്റെ ദഅവത്തിന്റെ ഭാഗമായിട്ട് കാണാം. അവിടുന്ന് ഇസ്രായേലി മക്കളോട് നടത്തിയ പ്രഭാഷണത്തിന്റെ കൂട്ടത്തിൽ കാണാം, തൂബാ ലിൽ മുതവാളിഈന ഫിദ്ദുനിയാ വഹും അസ്ഹാബുൽ മനാബിരി യൗമൽ ഖിയാമ വതൂബാ ലിൽ മുസ്ലിഹീന ബൈനൻ നാസി ഫിദ്ദുനിയാ ഹുമുല്ലദീന യരിസൂനൽ ഫിർദൗസ യൗമൽ ഖിയാമ തൂബാ ലിൽ മുതഹിറതി ഖുലൂബഹും ഹുമുല്ലദീന യൻദുറൂന ഇലല്ലാഹി തആല യൗമൽ ഖിയാമ. വല്ലാത്ത പാഠങ്ങളാണ് ഇതൊക്കെ. തൂബാ ലിൽ മുതവാളിഈന ഫിദ്ദുനിയ. ഈ ലോക ജീവിതത്തിൽ, തൻ്റെ നാട്ടിൽ, തൻ്റെ സമൂഹത്തിൽ, തൻ്റെ കുടുംബത്തിൽ, തൻ്റെ അയൽക്കാർക്കിടയിൽ, തൻ്റെ പങ്കുകാർക്കിടയിൽ, തൻ്റെ സഹപ്രവർത്തകർക്കിടയിൽ വിനയത്തോടെ നടക്കുന്നവർക്ക് സന്തോഷത്തിന് വകയുണ്ട്. അഹങ്കാരം മാറ്റിവെച്ച് സർവരുടെ മുന്നിലും വിനയാന്വിതരായി താഴ്മ കാണിച്ച് നടക്കുന്നവർക്ക് സന്തോഷത്തിന് വകയുണ്ട്. ഇവിടെ സന്തോഷത്തിന് വകയുണ്ട്. തീർന്നില്ല. ഹും അസ്ഹാബുൽ മനാബിരി യൗമൽ ഖിയാമ. അന്ത്യനാളിൽ അവർ ഉയർന്ന സ്റ്റേജുകളിൽ ഉപവിഷ്ടരായിരിക്കും. ഈ ലോകത്ത് ദുന്യാവിൽ വിനയം കാണിച്ച് ജീവിക്കുന്നവർക്ക് നാളെ അന്ത്യനാളിൽ അള്ളാഹു സ്റ്റേജ് ഇട്ട് കൊടുക്കും. ആ സ്റ്റേജിൽ തല ഉയർത്തി ആത്മാഭിമാനത്തോടെ അവരിയ്ക്കും. ആര്? ഇവിടെ താഴ്മ കാണിച്ചവർ. വതൂബാലിൽ മുസ്ലിഹീന ബൈനന്നാസ്. ജനങ്ങൾക്കിടയിൽ ഇസ്ലാഹി പ്രവർത്തനം നടത്തുന്നവർക്ക് സന്തോഷം. യോജിപ്പിന്റെ രീതിയിൽ പെരുമാറുന്നവർ, പിണക്കങ്ങൾ മാറ്റി ഇണക്കമുണ്ടാക്കുന്ന ആളുകൾ, ഫസാദുകൾ ഊതിക്കെടുത്തുന്ന വെള്ളമൊഴിച്ച് അണച്ചു കളയുന്ന ആളുകൾ, സമൂഹത്തിന്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിഹുകൾ, അവർക്ക് സന്തോഷമുണ്ട്. ദുന്യാവിൽ കുടുംബത്തിലെ പിണക്കം തീർക്കുക, അയൽവക്കത്തെ പിണക്കം തീർക്കുക, സമൂഹത്തിലെ പിണക്കം തീർക്കുക, പള്ളിക്കമ്മിറ്റിയിലെ പിണക്കം തീർക്കുക, സംഘടനാ ബന്ധുക്കൾക്കിടയിലെ പ്രശ്നങ്ങൾ തീർക്കുക. ഇങ്ങനെ ഇസ്ലാഹ് ഉണ്ടാക്കുന്ന, മസ്ലഹത്തുണ്ടാക്കുന്ന, യോജിപ്പ് കാണിക്കുന്ന, അതിനുവേണ്ടി സംസാരിക്കുന്ന, പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സന്തോഷത്തിന് വകയുണ്ട്. ഹുമുല്ലദീന യരിസൂനൽ ഫിർദൗസ യൗമൽ ഖിയാമ. സ്വർഗങ്ങളിൽ അത്യുന്നത സ്വർഗമായ ഫിർദൗസ് അനന്തരമായി സമ്പാദിക്കുന്നവർ അവരാണ്. ഇപ്പൊ മൊത്തം കുഴപ്പമുണ്ടാക്കാനുള്ള നോക്കുക. ആലിമീങ്ങൾ തമ്മിൽ അനൈക്യം, അണികൾ എന്ത് ഉസൂലിലോ ഫുറൂയിലോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. രാഷ്ട്രീയ വീക്ഷണത്തിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസം. രാഷ്ട്രീയ ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാലോ. ഇത് മതേതര രാജ്യമല്ലേ, ഇഷ്ടമുള്ളതിന് വോട്ട് ചെയ്യുക, അതിന് പ്രവർത്തിക്കുക, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു ഉമ്മത്ത് എന്ന നിലയ്ക്ക്, അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പ്ലാറ്റ്ഫോം എന്ന നിലയ്ക്ക് ഐക്യപ്പെടേണ്ടിടത്ത് അനാവശ്യ കല്ലുകടികൾ. ഹിയൽ ഹാലിഖത്തു. റസൂലുള്ളാഹി പറയാണ്, അത് ഷേവിംഗ് ആണ്. ഷേവിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലേഡും കൊണ്ടെന്ന് വടിച്ചാൽ വല്ലതും ബാക്കിയിരിക്കുമോ? എന്ത് ഹാലിഖത്ത്? ദീനിനെ വടിച്ചു കളയുന്ന പണിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഫിർദൗസ് അനന്തരം കിട്ടുന്നവർ യോജിപ്പിന്റെ പാതയിൽ നീങ്ങുന്നവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. തൂബാലിൽ മുതഹറതി ഖുലൂബഹും. ഹൃദയം ശുദ്ധീകരിച്ച് മനഃശുദ്ധിയോടെ
അഹങ്കാരം മാറ്റിവെച്ച്, ആർത്തി മാറ്റിവെച്ച്, വിദ്വേഷവും വെറുപ്പും ശത്രുതയും കാമവും കോപവും അഹന്തയും മാറ്റിവെച്ച് സംശുദ്ധ മനസ്സോടെ ജീവിക്കുന്ന ആളുകൾക്ക് സന്തോഷത്തിന് വകയുണ്ട്. ഹുമുല്ലദീന യൻളുറൂന ഇലല്ലാഹി തആല യൗമൽ ഖിയാമ. ഉടമസ്ഥനായ പടച്ച തമ്പുരാനെ ലൈവായി കാണാൻ, നാളെ കാണാൻ, കണ്ണുകൊണ്ട് കാണാൻ അവസരം കിട്ടുന്ന ഭാഗ്യവാന്മാർ മനഃശുദ്ധി നടത്തിയവരാണെന്നും റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം പറഞ്ഞ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ കാണാം. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ വേണ്ടത് നമ്മുടെ റബ്ബിന്റെ തൃപ്തിയാണ്. അള്ളാഹു ഇത് തരട്ടെ. ഇപ്പൊ അള്ളാഹ്ക്ക് നമ്മളോട് വെറുപ്പാണെങ്കിലും അള്ളാഹിന്റെ തൃപ്തിയോടുകൂടെ മരണപ്പെടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അതല്ലേ വലുത്, അല്ലേ? അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയിട്ടുണ്ടല്ലേ നോക്കാൻ വഴിയുണ്ട്. എനിക്ക് അള്ളാഹിന്റെ തൃപ്തി കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഹുബ്ബ്, ഇന്നല്ലാഹ യുഹിബ്ബു എന്ന് പറഞ്ഞ് ചില ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഇന്ന ഇന്ന ആളുകളെ, ഇന്ന ഇന്ന മുഅ്മിനുകളെ, ഇന്ന ഇന്ന ഗുണഗണങ്ങളുള്ള സത്യവിശ്വാസികളെ അള്ളാഹു സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് സ്നേഹിക്കുന്നുണ്ടോ അല്ലേ എന്ന് നോക്കാൻ ഒരു മാർഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്. അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ 4 കാര്യങ്ങൾ കൊടുക്കുള്ളൂ. 4 കാര്യങ്ങൾ അള്ളാഹു തൃപ്തിപ്പെട്ട അവന്റെ ദാസന്മാർക്ക് മാത്രമേ അവൻ നൽകുകയുള്ളൂ. ഈ 4 കാര്യം ഉണ്ടോന്ന് നോക്കിയാൽ മതി, അള്ളാഹിന്റെ തൃപ്തി കിട്ടിയിട്ടുണ്ടോ ഇല്ലേന്നറിയാം. അൽ അവൽ അൽ ഊല, ഒന്നാമത്തെ കാര്യം അസ്സുംതു, മൗനമാണ്. മൗനം എന്ന് പറഞ്ഞാൽ ആരെന്ത് ചോദിച്ചാലും മിണ്ടാണ്ടിരിക്കുക, മൗനി ബാബയായി ഒരു മൂലക്കലിരുന്ന് തപസിക്കലാണ്. അതല്ല, നല്ലത് പറയാ. സംസാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ശല്യമില്ലാത്ത നല്ലത് പറയാ. നല്ലത് പറയാൻ പറ്റൂലെങ്കിൽ ഈ സഹീഹുൽ ബുഖാരി മുസ്ലിം ഹദീസ് എന്താണ്? മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറാ ഔ ലിയസ്മുത്. എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് അല്ലാഹുവിലും മരണാനന്തര ജീവിതത്തിലും വിശ്വാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യം പാലിക്കണം. പാലിച്ചവർക്കേ ഈമാൻ ഫലിക്കുള്ളൂ. എന്താണ് ആ കാര്യം? നിങ്ങൾ നല്ലത്, ഹൈറായത് മാത്രം സംസാരിക്കുക. ഭാര്യയ്ക്ക് അരോചകമായത് പറയണ്ട, മക്കളെ വെറുപ്പിക്കുന്ന വാക്ക് പറയണ്ട, സമൂഹത്തിനും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും വെറുപ്പുളവാക്കുന്ന വാക്ക് പറയണ്ട. അവരെ സന്തോഷിപ്പിക്കുന്ന, സമാധാനം പകരുന്ന മധുരവാക്കുകൾ പറയൂ. അത് പറയാൻ കഴിയൂലേ? ഞാൻ അവിടെ ഇടപെട്ട് സംസാരിച്ചാൽ എവിടെയെങ്കിലും ഡാമേജ് ആകുമോ? ലിയസ്മുത്, മിണ്ടാണ്ടിരിക്കുക. ഇങ്ങനെയുള്ള ഈ ഒരു ക്വാളിറ്റി അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്കേ കിട്ടുള്ളൂ. അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ പറഞ്ഞു പോയാൽ മാത്രം പോരാ, ഈ സാധനത്തിന് നിയന്ത്രിക്കുക കൂടി വേണം. 2 വത്തവക്കുലു അലല്ലാഹ്. ഏതേത് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹുവിനെ ഭരമേൽപ്പിക്കാനുള്ള കരുത്ത്, തവക്കുല്, ഇതൊരു മുഅ്മിനിന്റെ അടിസ്ഥാന യോഗ്യതയാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂന എന്ന് പറഞ്ഞിട്ടാ പറയുന്നത്. ഇന്നമൽ മുഅ്മിനൂന, ആരാണ് മുഅ്മിനീങ്ങൾ എന്നറിയോ? ഇനി പറയുന്ന ഗുണമുള്ളവർ മാത്രമാണ് മുഅ്മിന്. അല്ലെങ്കിൽ മുശ്രിക്കാകാം, അല്ലെങ്കിൽ മുനാഫിക്കാകാം, പച്ചക്കാഫിറാകാം. മുഅ്മിനാണോ? വഅലാ റബ്ബിഹിം യതവക്കലൂൻ. നീറുന്ന പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, വ്യക്തിയിൽ വരും, കുടുംബത്തിൽ വരും, കച്ചവടത്തിൽ വരും, തൊഴിലിൽ വരും, ഒരു സമുദായം എന്ന നിലക്ക് പ്രയാസങ്ങൾ വരും. അപ്പോഴൊക്കെ തങ്ങളുടെ ഡ്യൂട്ടി നിർവഹിച്ചതിന്റെ പിറകെ ഉടമസ്ഥനായ റബ്ബിങ്കൽ തവക്കുലാക്കുന്ന, ഭരമേൽപ്പിക്കുന്ന ക്വാളിറ്റി. പ്രശ്നമൊക്കെ വരുമ്പോ എന്റെ റബ്ബ് നോക്കിക്കോളും എന്നുള്ള ആ ഈമാൻ, ഇത് അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുള്ളൂ. ഇഷ്ടപ്പെടാത്തവരാണെങ്കിലോ അള്ളാഹനെ തെറി പറയും, വിധിയെ പഴിക്കും, അസ്വസ്ഥനാകും. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ടാവുമോ? ഈ ഇഷ്യൂസിനൊരു പരിഹാരം ഉണ്ടാവില്ല. അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹ് കൊടുക്കും. തവക്കുല്. 3 വത്തവാളു, വിനയമെന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം അള്ളാഹു കൊടുക്കുന്നതാണ്. 4 വസ്സുഹ്ദു ഫിദ്ദുനിയാ, ഭൗതികതയിലുള്ള വിരക്തി. അതെന്താ ഭൗതികതയുള്ള വിരക്തി എന്ന് പറഞ്ഞാൽ? ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഗുഹയിൽ പോയി ഒളിച്ചിരിക്കുക, എന്നിട്ട് ഇബാദത്ത് ചെയ്യുക, നാട് വിട്ട് കാട് കയറുക. ഇതല്ല സുഹൃദ്. സുഹൃദ് എന്ന് പറഞ്ഞാൽ എന്താ? നാട്ടില് ജീവിച്ചുകൊണ്ട് എന്താക്കുക? അലാഖത്ത കൽബിക, നിന്റെ ഹൃദയവുമായിട്ട് ഈ ഭൗതികതയോടുള്ള അറ്റാച്ച്മെന്റിനെ മുറിക്കുക.
ഭാര്യ വേണം, ചേർത്ത് പിടിക്കണം അവളെ, മക്കള് വേണം, കുടുംബം വേണം, സമൂഹം വേണം, തൊഴിൽ വേണം. ഇതിൽ നിന്ന് മനസ്സിനെ പറിച്ചെടുത്ത് ഉടമസ്ഥനിലേക്ക് വിടുക. ഇതാ സുഹൃത്. സന്യാസം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ലല്ലോ. 40 കൊല്ലം ഒരു ഗുഹയിൽ ഏകാന്തതയിൽ കഴിഞ്ഞ് ഒരു ഈമാനും തഖ്വയൊക്കെ ആർജിച്ച് പട്ടണത്തിൽ വന്ന് നല്ലൊരു സുന്ദരിനെ കണ്ടാൽ ആ 40 കൊല്ലത്തെ ഈമാനും വറഴും ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയാൻ എളുപ്പമുണ്ട്. അല്ലെങ്കിലും ഗുസ്തിയിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ലങ്കോട്ടിയൊക്കെ ധരിച്ചിട്ട് മസിലൊക്കെ പെരുപ്പിച്ചിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് എങ്ങനെ ഗുസ്തിയിൽ ജയിക്കുക? അത് ജയിക്കൂല. സമാന പവറുള്ളവനുമായിട്ട് മൽപ്പിടിച്ചിട്ട് ജയിക്കണം, അതാണ് ജയം. അസ്സുഹ്ദു ഫിദ്ദുനിയാ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ലോകത്ത് മാധുര്യമുള്ള തങ്കത്തരിവളകളണിഞ്ഞ പട്ടുപുടവയണിഞ്ഞ മനോഹരിയായി ചമഞ്ഞണിഞ്ഞ് നിൽക്കുന്ന ദുന്യാവാകുന്ന പെണ്ണ്, അവളെ ഡിവോഴ്സ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. എങ്ങനെ ഡിവോഴ്സ് ചെയ്യാം? ഒഴിവാക്കിയിട്ട് നാട് വിട്ടു പോവല്ല, അവളെ കൂടെ നിർത്തിയിട്ട് ഡിവോഴ്സ് ചെയ്യണം. ഇതാണ് അസ്സുഹ്ദു ഫിദ്ദുനിയ. ഈ 4 കാര്യം, മൗനം, അതുപോലെ തന്നെ തവക്കുല്, തവാളുഅ്, സുഹ്ദ്, ഈ 4 യോഗ്യതകൾ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അള്ളാഹു നൽകൂ. മഹാന്മാരായ ജ്ഞാനികൾ പറയുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. യജ്സി ഖലീലുൽ വറഅ് മിൻ കസീരിൽ അമൽ. യജ്സി ഖലീലുൽ വറഇ മിൻ കസീരിൽ അമൽ. ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ഒരാൾ ജീവിതത്തിൽ ഒരു സൂക്ഷ്മതയില്ല. എല്ലാ നല്ല കാര്യത്തിനും ഇയാൾ മുൻപന്തിയിലുണ്ടാകും, ആറാമ്പറപ്പിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല. അതുകൊണ്ട് കാര്യമില്ല. പിന്നെന്താ വേണ്ടത്? യജ്സി ഖലീലുൽ വറഇ. സൂക്ഷ്മത അത്യാവശ്യം ഉണ്ടാകുന്നത് ഏതിനേക്കാൾ നല്ലതാണ്? കസീറുൽ അമൽ. ഒത്തിരി പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലേറെ നല്ലത് സൂക്ഷ്മത പാലിക്കുന്നതിലാണ്. വയജ്സി ഖലീലുത് തവാദുഇ മിൻ കസീരിൽ ഇജ്തിഹാദ്. കഠിനാധ്വാനം ധാരാളം ചെയ്യുന്നതിലേറെ നല്ലതെന്താണ്? ഇച്ചിരി വിനയത്തോടെ ജീവിക്കലാണ്. ഡംബും അഹന്തയും നടിച്ച് കുറേ നന്മ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. ഇച്ചിരി വിനയുണ്ടോ, വലിയ 5 നേരം നിസ്കാരവും അതിൻ്റെ കൂടെ റവാത്തിബൊക്കെ ചെയ്താൽ തന്നെ വിനയാന്വിതനായി ജീവിച്ചു മരിച്ചു ഒന്നും രക്ഷപ്പെടാൻ അത് മതി എന്ന് ജ്ഞാനികൾ പറഞ്ഞത്. വലിയ ആലിമാണ്, വലിയ ആബിദാണ്, എമ്പോടെ ഇബാദത്തുണ്ട്, പക്ഷെ അയാൾക്ക് അഹങ്കാരം ഉണ്ടെങ്കിൽ കശജറത്തില്ലത്തീല തുസ്മിറു എന്നാ പറഞ്ഞത്. കായ്ക്കാത്ത മരം പോലെ. മുറ്റത്തൊരു തെങ്ങുണ്ട്, ഒരു തേങ്ങ പോലൊരു നാളികേരം പോലെ ഉണ്ടാവില്ലെങ്കിൽ പിന്നെന്തിനാ? അത് വെട്ടിക്കളയാനല്ലേ. കാറ്റത്ത് ഭീഷണി എന്നല്ലാതെ. ഒരു വലിയ മരം ലാ തുസ്മിറു, കായ്ക്കനികൾ ഒന്നും തരൂല. കായ്ക്കനികൾ തരുന്ന നിഴലിന് തണലിന് വെക്കുന്നതാണെങ്കിൽ അതിന്റെ ഫലം സമരത്ത് അതാണ്. ഒരു കാര്യമില്ലാത്ത മരം പോലെ ആണ് തവാളുഇല്ലാത്ത ആബിദുകൾ എന്ന്. നിങ്ങൾ നോക്കൂ, ലോകം കണ്ട മഹാന്മാർ, ഉയർന്നവരൊക്കെ വളർന്നവരൊക്കെ എങ്ങനെ വളർന്നത്? ലോകം മടക്കി ഭരിച്ച മഹാചക്രവർത്തി സുലൈമാൻ നബി അലൈഹിസ്സലാം ആ ഉന്നതങ്ങളിൽ എത്താൻ കാരണം, ആ രാജാധികാരം നിലനിന്ന് കിട്ടാൻ കാരണം അവിടത്തെ വിനയമായിരുന്നു എന്ന് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു. ലോകം അടക്കി ഭരിക്കുന്ന ചക്രവർത്തിയായ സമയത്ത് അക്കാലത്തുള്ള ധനവാന്മാർ, സമ്പന്നർ, അവരെ കൂടെ താലോലിക്കാനും തോളിൽ കൈയിട്ട് നടക്കാനും സുലൈമാൻ നബി മെനക്കെട്ടില്ല. എന്നിട്ട് അവരെ അവഗണിച്ചുമില്ല. മുതലാളി എന്ന് പറഞ്ഞാൽ തകരട്ടെ, മുതലാളിത്തം തുലയട്ടെ, മുതലാളിയും നശിക്കട്ടെ. ഇസ്ലാമിന് അങ്ങനല്ല. അദ്ദേഹത്തിന് അള്ളാഹ് നിയമത്ത് കൊടുത്തു, മര്യാദക്കായ അദ്ദേഹത്തിന് കൊള്ളാം. അദ്ദേഹത്തിനെ ജാക്കിട്ട് പൊക്കിയിട്ട് കാര്യം നേടാം, അത് പറ്റൂല. അത്രേ ഉള്ളൂ. സുലൈമാൻ നബി അലൈഹിസ്സലാം അക്കാലത്തുള്ള അഗ്നിയായിനെ, സുഖലോലുപന്മാരായി ജീവിക്കുന്ന ധനവാന്മാരെ, പണക്കാരെ, അവർക്ക് മുഖം കാണിച്ചവരെ മൈൻഡ് ചെയ്ത് പ്രത്യേകം ആദരിച്ചിരുന്നില്ല. ഹത്താ യജീഅ ഇലൽ മസാകീൻ ഫയഖുഉദു മഅഹും. എപ്പോഴും ചെയ്യുക, ദരിദ്രരെവിടെ നോക്കിയിട്ട് അവരുള്ളയിടത്ത് പോയിട്ട് അവരെ കൂടെ ഇരിക്കും. ആര്? ലോകം അടക്കി ഭരിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാം ദരിദ്രരുടെ കൂടെ പോയി ഇരുന്നിട്ട് ഫയഖൂലു മിസ്കീനുൻ മഅ മസാകീൻ. ദരിദ്രരുടെ കൂട്ടത്തിൽ ഒരു ദരിദ്രൻ, ഒരു മിസ്കീനിത എന്ന് പറയുകയും ചെയ്യും.
മിസ്കീന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മിസ്കീനെ കാണണമെങ്കിൽ ദേ കണ്ടോളൂ എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. തവാദു കൊണ്ടേ നമുക്ക് ബൗദ്ധികമായും ആത്മീയമായിട്ടും വളരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തുന്ന മാതിരിയാണ് കത്തും അല്ലേ? ചക്രവാളത്തിൽ നിന്ന് പൊങ്ങി വന്ന ചന്ദ്രൻ വളരും പോലെ വളരും ഈ അഹങ്കാരം നടിച്ച മുതലാളിയൊക്കെ. പക്ഷെ 14 രാവായ അവിടെ നിൽക്കൂല, പിന്നെ 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 അപ്രത്യക്ഷമാവും. ഈ അവസ്ഥയായിരിക്കും. മഹാപണ്ഡിതനായ മൂസബിനു ഖാസിം എന്നവർ വലിയായ ആരിഫായ മുഹമ്മദ് ബിനു മുഖാത്തിൽ റഹിമഹുല്ലയുടെ ചരിത്രം പറയുന്നുണ്ട്. വിനയത്തിന്റെ ഇഹിയയിൽ കാണാം ഈ ചരിത്രം. മുഹമ്മദ് ബിൻ ഖാസിം എന്ന പണ്ഡിതൻ പറയാണ്, ഞങ്ങളുടെ നാട്ടില് ശക്തമായ ചുഴലിക്കാറ്റുണ്ടായി, കൂടെ ഭൂകമ്പവും. പോരെ, എന്ത് ചെയ്യാൻ പറ്റും? ഭൂമി കുലുക്കവും കൊടുങ്കാറ്റും ഞങ്ങളുടെ നാട്ടിലുണ്ടായപ്പോൾ നാട്ടുകാരെല്ലാം ഭയവിഹ്വലരായി ഓടാൻ തുടങ്ങി, ബേജാറോടെ നെട്ടോട്ടമോടാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ നേരെ ഓടിച്ചെന്നത് ഞങ്ങളുടെ ആത്മീയ നായകനായ മുഹമ്മദ് ഇബ്നു മുഖാത്തിൽ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്കാണ്. ഹിജ്റ 3-ാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ച, ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാത്മാക്കളായി ഇവരൊക്കെ. അങ്ങോട്ട് ഓടിച്ചെന്നു. എന്നിട്ട് ഫഖുൽതു ലഹു, ഞാൻ പറഞ്ഞു, അന്ത ഇമാമുനാ ഫദ്ഉല്ലാഹ തആല ലനാ, അങ്ങ് ഞങ്ങളുടെ ഇമാമാണ്, ആത്മീയ നായകനാണ്. അതുകൊണ്ട് ഈ ഒരു ദുരന്തത്തിൽ നിന്ന്, പ്രകൃതി ദുരന്തത്തിൽ നിന്ന് മുക്തി കിട്ടാൻ ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ ദുആ ചെയ്താലും ഞങ്ങൾക്ക് വേറെ രക്ഷയില്ല എന്ന് മുഹമ്മദ് ഇബ്നു മുഖാത്തിൽ എന്ന മഹാജ്ഞാനിയുടെ മുന്നിൽ ചെന്ന് ഞാൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് ദ്വാരക്കല്ലേ ചെയ്തത്. ഇപ്പം എൻ്റെ അടുത്ത് വന്ന് പറയാണ്, അല്ലെങ്കിൽ എന്നെ പോലത്തെ ഒരാളെടുത്ത് വന്ന് പറയുകയാണെങ്കിൽ, അല്ലാഹുവേ ഈ സമുദായത്തെ നീ കാക്കണമേ, ഞാൻ അതിലുണ്ടാവുന്നില്ല ചിലപ്പോൾ. അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള പാപികൾക്ക് നീ മാപ്പ് കൊടുക്കണേ, ഈ ഹറാമു ചെയ്യുന്ന ആളുകളെ കാരണമാണ് ഈ ശിക്ഷയെന്ന് ഞങ്ങൾക്കറിയാം, അവർക്ക് നീ മാപ്പ് കൊടുക്കണമേ റബ്ബേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദുആ അല്ലേ? മഹാൻ ദ്വാരനല്ല. എന്താ പറഞ്ഞറിയോ? ഫബക. ഇത് കേട്ടപ്പോൾ ഇതിന് കരഞ്ഞിട്ട് പറഞ്ഞു, ലൈതനീ ലം അകുൻ സബബ ഹലാക്കിക്കും, ലൈതനീ ലം അകുൻ സബബ ഹലാക്കിക്കും, നിങ്ങൾക്ക് മേൽ വന്ന ഈ പ്രകൃതി ദുരന്തത്തിന്റെ കാരണം ഞാനാകാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമാണ്. കാരണം നിങ്ങളെ ഇമാമായ ഞാൻ കുറ്റമറ്റ നിലക്ക് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അതാണോ ഈ അദാബിന്, ഭൂകമ്പത്തിന്, കൊടുങ്കാറ്റിന് കാരണം എന്നെനിക്ക് പേടിയുണ്ട്. അതാകാതിരിക്കട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് പറയാണ്. നിങ്ങളാരുമല്ല കുഴപ്പം, ഞാനാണോ അതിൻ്റെ കുഴപ്പം എന്ന ബേജാറിലാണ് ഞാൻ. മൂസ ബിൻ ഖാസിം എന്ന പണ്ഡിതൻ പറയാണ്, അന്നത്തെ രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫി നൗം, ഉറക്കിൽ ഞാൻ റസൂലിനെ കിനാവ് കണ്ടു. റസൂലിനെ കണ്ടാൽ ഹക്കായ സ്വപ്നമാണെന്നാണ് പ്രമാണങ്ങൾ പറയുന്നത്. ഒരു മുഅ്മിൻ മുഹമ്മദ് റസൂലുള്ളാഹിനെ കണ്ടാൽ പിന്നെ അവിടെ സന്ദേഹത്തിന് വകുപ്പില്ല. ചരിത്രത്തിൽ ദിമ്മിയൊക്കെ കണ്ടതൊക്കെ അംഗീകരിക്കപ്പെട്ടതായിട്ട് റിവായത്തുകളൊക്കെ കാണാം. എന്താകട്ടെ, കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്നല്ലാഹ റഫഅ അൻകുമുൽ ബലാഅ ബിദുആഇ മുഹമ്മദ് ഇബ്നു മുഖാത്തിൽ. മുഹമ്മദ് ഇബ്നു മുഖാത്തിലിന്റെ ദുആ കൊണ്ട് അള്ളാഹു ഈ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഭൂമി കുലുങ്ങൂല, ഇനി കൊടുങ്കാറ്റും വരൂല, ശാന്തമായി. എന്തേന്ന് ഇവിടുത്തെ ദുആ? എന്തേന്ന് ദുആ? പഠിച്ചോനെ, ഞാനാണോ ഈ ദുരന്തത്തിന്റെ കാരണം? ഇതേന്ന് പ്രാർത്ഥന. അതാണ് അഫ്ളലുൽ ഇബാദ. നിങ്ങൾക്കറിയോ തസവ്വുഫിലെ നമ്മുടെ ഇമാമാരാ? ഫിഖ്ഹിലെ മദ്ഹബിൽ നമ്മുടെ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ അല്ലേ? അഖീദയിൽ നമ്മുടെ ഇമാം അശ്അരി റഹിമഹുല്ലാ. തസവ്വുഫിലെ ആത്മസംസ്കരണ മേഖലയിലെ അല്ലേ, ആത്മീയ പാതയിലെ നമ്മുടെ ഇമാം സയ്യിദു ത്വായിഫ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അഹ്ലുസുന്നക്ക് പ്രിയപ്പെട്ട ഇമാമാണ്. അഹ്ലുസുന്നക്ക് മാത്രമല്ല, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വരെ പറഞ്ഞത് ജുനൈദുൽ ബഗ്ദാദി എന്നത് കിതാബ് കൊണ്ടും സുന്നത്ത് കൊണ്ടും മഹിതമായ മാതൃകാപരമായ ജീവിതം നയിച്ച ഇമാമാണെന്നാണ് ഇബ്നു തൈമിയ്യ പോലും പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഫത്താവയിൽ കാണാം. എന്താവട്ടെ, മഹാനരായ ഇമാം ജുനൈദുൽ ബഗ്ദാദി റഹിമഹുല്ലാ ഒരു വെള്ളിയാഴ്ച മുസ്ലിം ഉമ്മത്തിനോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കെ പറഞ്ഞു, ഇത് വെള്ളിയാഴ്ച വാഴ്ന്നു പറയാൻ,
ആ സമയത്ത് പ്രഭാഷണത്തിനിടയെ അവരോടായി പറഞ്ഞു, പ്രിയപ്പെട്ട നാട്ടുകാരെ, എൻ്റെ അനുയായികളെ, എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, ഉപദേശിക്കുന്നത്, നിങ്ങളോട് നസീഹത്താക്കുന്നത്, ഉത്ബോധനം നടത്തുന്നത് ഞാൻ നിങ്ങളിൽ കേമനായതുകൊണ്ടൊന്നുമല്ല, ഞാനൊരു മഹാനായതുകൊണ്ടല്ല, മറിച്ച് റസൂലുള്ളാഹിയുടെ ഹദീസിലെ ഒരു വാക്കാണ് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ഉത്തേജനം നൽകുന്നത്. ആ വാക്കുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്, നിങ്ങളെ ഉപദേശിക്കുന്നത്. ആ വാക്കെങ്ങാനും ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരക്ഷരം ഞാൻ നിങ്ങളെ ഉപദേശിക്കില്ലായിരുന്നു. എന്താണ് ആ വാക്ക്? യകൂനു ഫി ആഖിരി സമാനി സഈമുൽ ഖൗമി അർദലഹും. ലോകാവസാനം അങ്ങനെ അടുത്തു വരുമ്പോൾ സമുദായത്തിന്റെ നേതൃപദവിയിൽ വരുന്നത് അവരെ കൂട്ടത്തിൽ ഏറ്റവും തരം താന്നവരായിരിക്കും. ലോകാവസാനം അടുത്തു വരുമ്പോൾ നേതൃപദവിയിൽ വരുന്നവര് അർദലഹും, അവരെ കൂട്ടത്തിൽ താഴ്ന്ന ആള്, മോശപ്പെട്ട ആളാണ് നേതൃപദവിയിൽ വരിക. ഞാൻ അങ്ങനെയെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അബൂ യസീദുൽ ബിസ്താമി എന്ന ജ്ഞാനി, സൂഫി ലോകത്തെ വെള്ളി നക്ഷത്രം മഹാജ്ഞാനി പറയുന്നത്, മാദാമൽ അബ്ദു യളുന്നു അന്ന ഫിൽ ഖൽഖി മൻ ഹുവ ശർറും മിൻഹു. ഒരാൾ ധരിക്കുകയാണ് നാട്ടില്, സമൂഹത്തില് എന്നെക്കാൾ മോശപ്പെട്ട ഒരാളുണ്ട് എന്ന് വിചാരിച്ചാൽ, ഇപ്പൊ നിങ്ങളൊക്കെ ജുമാക്ക് വന്നു, 1000-1500 ആൾക്കാർ, എത്ര ആളാ അത്ര. ഈ വന്നവരിൽ പ്രസംഗിക്കുന്ന ഞാൻ ആ ആളെക്കാളെങ്കിലും ഞാൻ മെച്ചപ്പെട്ടവനാണ്, ഉത്തമനാണെന്ന് എനിക്ക് തോന്നിയാൽ ഫഹുവ മുതകബ്ബിറുൻ, ഞാൻ അഹങ്കാരിയാണ്. മാദാമൽ അബ്ദു യളുന്നു അന്ന ഫിൽ ഖൽഖി മൻ ഹുവ ശർറും മിൻഹു. ഞാനല്ലാത്ത മനുഷ്യരെ കൂട്ടത്തില്, മുസ്ലിമീങ്ങളെ കൂട്ടത്തില്, മുഅ്മിനീങ്ങളെ കൂട്ടത്തില് എന്നെക്കാൾ മോശപ്പെട്ട ഒരാളുണ്ടെന്ന ചിന്ത ഉള്ളിൽ കേറിയാൽ ഫഹുവ മുതകബ്ബിറുൻ, അവൻ അഹങ്കാരിയാണ്, സ്വർഗത്തിന്റെ പടി കടക്കൂല. ഫഖീല ലഹു, ചോദ്യം വന്നു സദസ്സിൽ നിന്ന്, മത്താ യകൂനു മുതവാലിയ, ഒരു മുഅ്മിൻ ആകണമെങ്കിൽ, വിനയമുള്ള മുഅ്മിൻ ആകണമെങ്കിൽ അതെപ്പോഴാ സാധിക്കുക? ഇദാലം യറലി നഫ്സിഹി മഖാമൻ വലാ ഹാല. ഒരാൾ തൻ്റെ സ്വന്തത്തിന് ഒരു പദവിയും ഒരു അവസ്ഥയും വകവെച്ച് കൊടുക്കാത്ത കാലത്ത് അന്നേ അവൻ വിനയുള്ളവനാവുള്ളൂ. ഇത് ഇപ്പൊ ഞാനിപ്പോൾ നിങ്ങളെ ഖതീബാണ്, ഇമാമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഉഷാറായിട്ടുണ്ട് എന്ന് ചിന്തിച്ചാൽ കഴിഞ്ഞു. ഇന്ന അള്ള അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, നിങ്ങൾ അവിടെയും വെച്ചിട്ടുണ്ട്. ഇതെപ്പോഴാണ് അള്ള പിൻവലിക്കുക എനിക്കറിഞ്ഞൂടാ. ഈ കൺസെപ്റ്റ് അല്ലാതെ നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെക്കാളെങ്കിലും ഞാൻ മെച്ചപ്പെട്ടവനാണെന്ന ധാരണ, മെച്ചം തീരുമാനിക്കുന്നത് ഞാനാണോ നിങ്ങളാണോ? ആരാ മെച്ചം തീരുമാനിക്കുന്നത്? അള്ളാഹു. അള്ളാഹു ആർക്കാണ് മെച്ചം കൊടുക്കുന്നത്? നമ്മളവിടെ മാർക്കിടാൻ നിന്നാൽ അപകടമാണ്. സ്വന്തത്തിന് ഒരു മഖാമോ ഹാലോ കാണാൻ പാടില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഒരൊറ്റ മെസ്സേജും കൂടെ തരുന്നു. നമുക്ക് ഉയരാനും വളരാനും വിനയം കൊണ്ട് മാത്രമേ സാധ്യമാകൂ. നാം മഹന്ത നടിച്ച് അഹങ്കരിച്ചാൽ അള്ളാഹു അടിച്ചൊതുക്കി നമ്മെ തകർത്ത് കളയുക തന്നെ ചെയ്യും, ഉറപ്പാണ്. ഇദാ ഖാലൽ അബ്ദു അന, എൻ്റെ ഒരു അടിമ ഞാൻ എന്ന് പറഞ്ഞാൽ, ഫഖുൽതു ലഹു, ഞാൻ അവനോട് പറയും, ലാ ബൽ അന, നീയല്ലടോ ഞാനാണ്. എന്നുവെച്ചാൽ അന അന എന്ന് പറഞ്ഞ് നടക്കണ്ട. അന അന, ഞാൻ ഞാൻ എന്ന ഈഗോ ഭാവത്തോടെ ആരെങ്കിലും നടന്നാൽ അള്ള പറയും, ലാ നീ അല്ലടോ ഞാൻ, ഞാനാണ് ഞാൻ എന്ന് പറയും. പറയുന്ന പറഞ്ഞാൽ വിളിച്ചു പറയുന്നല്ല, പഠിപ്പിക്കും. അത് കുത്തുപാളെടുപ്പിക്കുന്നു. അംറു ഇബ്നു ശൈബ എന്ന മഹാൻ പറയുന്ന ഒരു ചരിത്രം ഇമാം ഗസാലി തങ്ങളെ ഇഹിയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അംറു ഇബ്നു ശൈബ എന്നവർ ബഗ്ദാദിന്റെ മണ്ണിൽ നിന്ന് മക്ക മണലാരുണ്യത്തിലേക്ക് ഉംറക്ക് പോവാൻ. അവിടെ ചെന്നു, തവാഫ് കഴിഞ്ഞു, പിന്നെന്താ ഉള്ളത്? സഅ്യ. സഫാ മർവാക്കിടയിൽ ഞാനും സത്യവിശ്വാസികളുടെ സംഘവും സഅ്യ ചെയ്തുകൊണ്ടിരിക്കെ ഞാനൊരു കാഴ്ച കണ്ടു. ഒരു VVIP മുഅ്തമിർ അവിടെ വന്നിട്ടുണ്ട്. സാധാ VIP അല്ല, VVIP ആണ്. അദ്ദേഹം കോവർ കഴുതയുടെ പുറത്തേറിയിട്ടാണ് സഅ്യ ചെയ്യുന്നത്, വാഹനപ്പുറത്ത്. മാത്രല്ല അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ജീവനക്കാർ, അംഗരക്ഷകർ മുന്നിലുള്ള വിശ്വാസികളെ നിയന്ത്രിച്ചുകൊണ്ട് ഈ VVIPക്ക് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുക. അവിടെ ഇദ്ദേഹത്തിന്റെ വണ്ടി, കോവർ കഴുത, ഇദ്ദേഹത്തിനെ വഹിച്ച വാഹനം പോകാൻ വേണ്ടി മുന്നിലുള്ള ഹാജിമാരെ, ഉംറക്ക് വന്ന തീർത്ഥാടകരെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ട് വഴിയൊരുക്കുകയാണ്.
ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, പഠിച്ചോനെ ഇതൊരു ചക്രവർത്തിയാവും, ധാരാണ്, മന്ത്രിയാണോ, അല്ലെങ്കിൽ ഏതായാലും വലിയ അതിസമ്പന്നൻ തന്നെ. ഞാൻ നന്നായിട്ട് നോക്കിയ അയാളെ. അമലൊക്കെ കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വണ്ടി കയറി. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ബഗ്ദാദിൻ്റെ തെരുവിൽ ഞാനൊരു ഫക്കീറിനെ കാണുന്നു. പിന്നിക്കീറിയ വസ്ത്രം, ചിന്നിച്ചിതറിയ തലമുടികൾ, കുഴിഞ്ഞുപോയ കണ്ണുകൾ, ഒരു ഭിക്ഷക്കാരനെ പോലെ, രോഗിയെപ്പോലെ തളർന്ന ഒരാൾ. ഞാൻ മുഖത്ത് നോക്കിയപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് മക്കയിലെ സഫാ മറുവാക്കിടയിൽ കോവർ കഴുതപ്പുറത്ത് കണ്ട ആ കേമനെ പോലത്തെ മുഖം. ഞാൻ അങ്ങനെ നോക്കി, ഇത് അയാളാണ്. ഏയ്, മാസങ്ങൾക്ക് മുമ്പല്ലേ ആ പ്രൗഢിയിൽ, രാജകീയ പ്രൗഢിയിൽ ഞാൻ കണ്ടത്. അതാവൂല, രൂപസാദൃശ്യമായിരിക്കും. ഞാൻ രണ്ടാമത് നോക്കിയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തിനാ താങ്കൾ എന്നെ തുറിച്ചു നോക്കുന്നേ? ഇത് ഈ ഫക്കീറിൻ്റെ അവസ്ഥയിൽ നിൽക്കുന്ന ആൾ എന്തേ നിങ്ങൾ തുറിച്ചു നോക്കുന്നേ? അല്ല, ഞാൻ മാസങ്ങൾക്ക് മുമ്പ് ഉംറക്ക് പോയപ്പോൾ അവിടെ സഫാ മറുവാക്കിടയിൽ കോവർ കഴുതപ്പുറത്തൊരു VVIPയെ പോലെ ഒരാൾ ഓടുന്നത് ഞാൻ കണ്ടിരുന്നു. താങ്കളുടെ മുഖ സാദൃശ്യമുള്ള ആളായിരുന്നു. ആ ആളാണോ ഈ ആൾ എന്ന് നോക്കിപ്പോയതാണ്, അല്ല നിനക്കറിയാം. ഉടനെ അയാൾ പറഞ്ഞു, ആ ആള് ഞാൻ തന്നെ ആയിരുന്നു. സുബ്ഹാനല്ലാഹ്, താങ്കൾക്ക് എന്തു പറ്റി? ഉടനെ പറഞ്ഞു, സത്യവിശ്വാസികളൊക്കെ തവാളോടെ, വിനയത്തോടെ, താഴ്മയോടെ നിലകൊള്ളുന്ന, ആരാധനാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുന്ന പുണ്യമക്കാ മണ്ണിൽ ഞാൻ ഗർവ് നടിച്ചുപോയി, ഞാൻ അഹങ്കരിച്ചുപോയി. ആ ഒറ്റ കാരണത്താൽ അള്ളാഹു എന്നെ തകർത്ത് തരിപ്പണമാക്കി. എന്റെ അധികാരം നഷ്ടപ്പെട്ടു, എന്റെ ബിസിനസ്സുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു, എന്റെ വീട്ടുകാർക്ക് പോലും, കുടുംബത്തിന് പോലും വേണ്ടാത്തവനായി ഞാൻ മാറി. ഇന്നെന്റെ അവസ്ഥ ഇതാണ്. ആളുകളൊക്കെ വിനയം കാണിക്കുന്നിടത്ത് വെച്ച് ഞാൻ ഒന്ന് അഹങ്കരിച്ചു. എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെ. അള്ളാഹ് പറഞ്ഞു, ലാ ബൽ അന എന്ന് അള്ളാഹ് പറഞ്ഞു. ആ പറഞ്ഞ പറച്ചിലാണ് എന്നെ ഈ പരുവത്തിലാക്കിയത്. മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താണ് മെസ്സേജ്? മൻ തവാലഅ റഫഅഹുല്ലാഹ് വമൻ തകബ്ബറ വളഅഹുല്ലാഹ്. ഏതൊരുവൻ വിനയം കാണിച്ച് താഴ്മയോടെ ജീവിച്ചാലും അള്ളാഹു ഉയർത്തും. സാമ്പത്തിക രംഗത്ത് ഉയർത്തും. കുടുംബത്തിൽ കാരണവർക്ക് വില ഉണ്ടാവും. വില പോണ എന്തുകൊണ്ടറിയോ? ഞാനങ്ങോട്ട് തീരുമാനിക്കും കുട്ടികളോട്, വാപ്പയായി ഞാൻ പറഞ്ഞാൽ മക്കൾ, അവൾക്ക് അഹങ്കാരാണ്, അതൊന്നും പറ്റൂല. ഒരു 10 പൈസന്റെ മാർക്ക് കുടുംബത്തിൽ ഉണ്ടാവില്ല. മൻ തവാലഅ, വിനയം. എന്നിട്ട് ഈ മക്കളെ കാല് കഴുകണം എന്നല്ല ഈ പറഞ്ഞത്. മക്കളോട് വാത്സല്യം കാണിച്ച് വാപ്പച്ചി നല്ല വിനയുള്ളവനായിട്ട് പെരുമാറുമ്പോൾ അതാണ് കൂടുതൽ ഫലിക്കുക. കെട്ടിയോളെ മുന്നിലും അതന്നെയാണ് വേണ്ടത്, അധികാരത്തിന്റെ ഗർവല്ല. മൻ തവാലഅ, ആര് വിനയം കാണിച്ചു, റഫഅഹുല്ലാഹ്, അല്ലാഹു ഉയർത്തും. വമൻ തകബ്ബറ, ഏതൊരുവൻ ഗർവ് നടിച്ചോ, അഹങ്കരിച്ചോ, വളഅഹുല്ലാഹ്, അല്ലാഹു അടിച്ചിരുത്തും. ഈ പാഠം ആണ് ഈ ചരിത്രങ്ങളിൽ നിന്നൊക്കെ പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിനയമുള്ള, അവൻ ഇഷ്ടപ്പെട്ട, അവൻ സ്വീകരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഇടം നൽകി നമ്മെയും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ.